Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA 5th സെമസ്റ്റർ എക്സാംസ് നവംബർ 5-ാം തീയതി മുതൽ ആരംഭിക്കാൻ പോവാണ്. സോ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ സീരീസ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പർ ഇൻകം ടാക്സ് ലോ ആൻഡ് അക്കൗണ്ട്സ് ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരാണെങ്കിൽ കാണാം. ഈ ഒരു വീഡിയോയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പ്രോബ്ലം പേപ്പറാണ് അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റ്. ഈ ഒരു സബ്ജക്റ്റിൻ്റെ എൻറ്റയർ ഡീറ്റെയിൽസിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഏതൊക്കെയാണ് എസ്എ ചാപ്റ്റേഴ്സ്, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മാർക്സ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഏരിയാസ് ഏതൊക്കെയാണ്, എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം, ഇതൊക്കെ നമുക്ക് 1 by 1 ആയിട്ട് കാണാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം BCom BBA സ്റ്റുഡൻസിന് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഓൺലൈൻ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. BCom 5th സെമസ്റ്ററിലെ 3 പ്രോബ്ലം പേപ്പേഴ്സിൻ്റെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഇൻകം ടാക്സ്, അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഓക്കെ, ദെൻ BBA സ്റ്റുഡൻസിന് ഇൻകം ടാക്സിൻ്റെയും അവൈലബിൾ ആണ്. സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റ് ആസ് യൂഷ്വൽ 5 മൊഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ബേസിക്സ് ഇൻട്രൊഡക്ഷൻ അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റിൻ്റെ, രണ്ടാമത് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ദെൻ മൂന്നാമത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, അതിൻ്റെ കൂടെ ക്യാഷ് ഫ്ലോ ഉണ്ടായിരിക്കും, ദെൻ മാർജിനൽ കോസ്റ്റിംഗ്, ഫൈനലി റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്. ഇതാണ് 5 മൊഡ്യൂൾസ് വരുന്നത്. അപ്പോൾ കുട്ടികളെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള മറുപടി, ഏതൊക്കെയാണ് എസ്എ ചാപ്റ്റേഴ്സ്? സോ നിങ്ങൾക്കറിയാം, എല്ലാ പ്രാവശ്യവും നമുക്ക് എന്തായാലും എസ്എ എക്സ്പെക്ട് ചെയ്യുന്നത് നമ്പർ 1 ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് എല്ലാ പ്രാവശ്യം എസ്എ ഒരെണ്ണുണ്ടായിരിക്കും. നമ്പർ 2 മാർജിനൽ കോസ്റ്റിംഗിൽ നിന്ന് എല്ലാ പ്രാവശ്യം എസ്എ ഒരെണ്ണുണ്ടായിരിക്കും. ദെൻ റേഷ്യോ അനാലിസിസ് ഒരു എസ്എ. ദെൻ നാലാമതൊരു തിയറി ചോദ്യമാണ് വരിക. അത് അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിലത്തെ ഒരു തിയറിയോ അതല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ, അങ്ങനെ ഏതെങ്കിലും അതിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം ക്യാഷ് ഫ്ലോൻ്റെ ഫോമാറ്റ് എഴുതാൻ വേണ്ടിയിട്ടാണ് ഒരു തിയറി ചോദ്യം വന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു തിയറി ടോപ്പിക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. 4 എസ്സേയിൽ 3 പ്രോബ്ലവും അതുപോലെ തന്നെ ഒരു തിയറി ചോദ്യമാണ് കണ്ടുവരാറ്. അപ്പം നമുക്ക് നിർബന്ധമായും ഫണ്ട് ഫ്ലോ എസ്സേ, മാർജിനൽ കോസ്റ്റിംഗ് എസ്സേ ഷുവറായിട്ട് പ്രതീക്ഷിക്കാം. പിന്നെ ഒരെണ്ണം വരുന്നത് സാധാരണ റേഷ്യോ അനാലിസിസ് ആണ്. അപ്പോൾ ഇതാണ് എസ്സേ ടോപ്പിക്സ് കണ്ടുവരാറ്. ഇനി ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം? ഏറ്റവും കൂടുതൽ മാർക്സിൻ്റെ ചോദ്യങ്ങൾ വരുന്നത് ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ്? അതിൻ്റെ ബേസിലാണല്ലോ പ്രയോറിറ്റൈസേഷൻ വേണ്ടേ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഫസ്റ്റ് ചാപ്റ്റർ ബേസിക്സ് ആണ്, തിയറി മാത്രമുള്ള ടോപ്പിക്കാണ്. അതിൻ്റെ പ്രത്യേകത കുറച്ച് മാത്രമേ ഉള്ളൂ, ബട്ട് അതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരും. അപ്പോൾ നിങ്ങൾ നിർബന്ധമായും ആദ്യത്തെ ചാപ്റ്റർ ആദ്യം തന്നെ എന്ത് ചെയ്യുക, പഠിച്ച് അവസാനിപ്പിക്കാൻ ശ്രദ്ധിക്കുക. അതിൻ്റെ പ്രത്യേകത ഉള്ള ടോപ്പിക്സ് മുഴുവൻ ചോദിക്കും. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ 3 പാർട്ടിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. പാർട്ട് എയിൽ എന്തായാലും 1-2 ചോദ്യം വരും, ഒരെണ്ണം എന്തായാലും ഉണ്ടായിരിക്കും. പാർട്ട് ബിയിലും ഒരെണ്ണം, പാർട്ട് സിയിലും ഒരെണ്ണം. അപ്പോൾ അങ്ങനെ ഒരു 10-17 മാർക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടും. മിനിമം 9 മുതൽ 10 വരെ മാർക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ആദ്യത്തെ ഈ പറയുന്ന മൊഡ്യൂൾ തിയറി. ഇനി അതിന് ശേഷം നിങ്ങൾ പഠിക്കേണ്ടത് നിർബന്ധമായും മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അതിൻ്റെ പ്രത്യേകത, നമുക്ക് കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് കുറേ ഇക്വേഷൻസ് ഉണ്ട്. സോ അതൊക്കെ ഒന്ന് ഡീൽ ചെയ്യാൻ സാധിക്കുമെങ്കിൽ നമുക്ക് പാസ് മാർക്കിൻ്റെ അടുത്ത് വരെ മാർക്സ് കയ്യിൽ കിട്ടാൻ സാധ്യതയുള്ളൊരു ടോപ്പിക്കാണത്. കാരണം മാർജിനൽ കോസ്റ്റിംഗിൽ നിന്ന് 2 മാർക്കിൻ്റെ എന്തായാലും ഒരു 3 ചോദ്യങ്ങൾ എപ്പോഴും വരാറുള്ളതാണ്. മിനിമം ഒരു 6 മാർക്ക്. ദെൻ 5 മാർക്കിൻ്റെ ചിലപ്പോൾ നമുക്കൊരു 2 വരാം, മിനിമം 1 വരും. അപ്പോൾ എന്താണ്, 6-5 11, 10 മാർക്കിൻ്റെ ഒരു എസ് എന്തെങ്കിലും ഉണ്ടായിരിക്കും, 21. 5 മാർക്സിന് 2 വരാണെങ്കിൽ അത് 26 മാർക്ക് വരെ. അപ്പോൾ മിനിമം ഒരു 20 മാർക്ക് എന്തായാലും പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഈ പറയുന്ന 20 മുതൽ 21 മാർക്ക് വരെ എന്തായാലും എക്സ്പെക്ട് ചെയ്യാം ഈ പറയുന്ന മാർജിനൽ കോസ്റ്റിംഗ്. അത് പഠിക്കാൻ കുറച്ചുകൂടി കംഫർട്ടാണ്, ആ ലോജിക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ചാപ്റ്ററും മാർജിനൽ കോസ്റ്റിങ്ങും പഠിച്ചാൽ തന്നെ നമുക്ക് പാസ് മാർക്കിൻ്റെ അടുത്തെത്തി. ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾ, നിങ്ങൾ ഈ 2 ചാപ്റ്റേഴ്സ് ആദ്യം തന്നെ പഠിച്ച് അവസാനിപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി? പാസ് മാർക്കിൻ്റെ അടുത്ത് കിട്ടി.
അതിനുശേഷം ബാക്കിയുള്ള ഏരിയാസിലോട്ട് പോകുക. ബാക്കിയുള്ള ഏരിയാസിൻ്റെ പ്രത്യേകത കുറച്ചുകൂടി ലെങ്തി ആണ്. അതുപോലെ തന്നെ ടഫസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളും അവിടെ നമുക്ക് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് രണ്ടാമത് മാർജിനൽ കോസ്റ്റിംഗ് പഠിക്കാൻ പറഞ്ഞാൽ അതിന് ശേഷം നിങ്ങൾ നേരെ പോകേണ്ടത് ഈ പറയുന്ന അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് എന്ന് പറയുന്ന ചാപ്റ്ററിലോട്ടാണ്. അതിൽ ബേസിക്സ് ഉണ്ട്. എന്താ ഈ പറയുന്ന ട്രെൻഡ് അനാലിസിസ്, കോമൺ സൈസ്, അതുപോലെ തന്നെ കമ്പാരിറ്റീവ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവസാനിപ്പിക്കുക. ഇതിൻ്റെ പ്രത്യേകത അതിൽ നിന്ന് തിയറി ചോദ്യങ്ങൾ 2 മാർക്കിൻ്റെ 2 മിനിമം എക്സ്പെക്ട് ചെയ്യാം. ഒരു 5 മാർക്കിൻ്റെ പ്രോബ്ലം എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. കോമൺ സൈസോ ട്രെൻഡോ കമ്പാരിറ്റീവോ ചില സമയത്ത് എസ്സേക്കും ഇടാറുണ്ട്. അപ്പോൾ എന്തായാലും ഒരു 10 മാർക്കിൻ്റെ ചോദ്യം ഈ പറയുന്ന ആദ്യത്തെ റേഷ്യോയ്ക്ക് മുമ്പുള്ള ഈ ഏരിയാസിൽ നിന്ന് കിട്ടും. അത് വളരെ ഈസിയാണ്. അപ്പോൾ അതിനുശേഷം അത് പഠിക്കുക, റേഷ്യോ അവിടെ വെക്കുക. അതിനുശേഷം നിങ്ങൾ ഫണ്ട് ഫ്ലോ നോക്കുക. ഫണ്ട് ഫ്ലോ അത്യാവശ്യം ടൈം എടുത്ത് പഠിക്കേണ്ടതാണ്. ഫണ്ട് ഫ്ലോ കഴിഞ്ഞാൽ ഫണ്ട് ഫ്ലോ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ക്യാഷ് ഫ്ലോ അത്രത്തോളം ബുദ്ധിമുട്ടല്ല. അപ്പോൾ ഫണ്ട് ഫ്ലോയും ക്യാഷ് ഫ്ലോയ്ക്കും ശേഷം നിങ്ങൾ ഈ പറയുന്ന റേഷ്യോയിലേക്ക് പോവുക. റേഷ്യോ അവസാനം പഠിക്കുക. കാരണം ഒരുപാട് റേഷ്യോസ് ഉണ്ട്, നമുക്ക് ഒരുപാട് ടൈം വേണം. അതിൽ നിന്ന് വരുന്ന മാർക്സ് എന്ന് പറയുന്നത് നമുക്ക് അപ്പുറത്തെ ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ റേഷ്യോയിൽ മെയിനായിട്ട് വരുന്ന കുറച്ച് ഏരിയാസിലോട്ട് പോയി അത് പഠിച്ചാലും എന്ത് കിട്ടും, ഹൈ മാർക്സിലോട്ട് നമുക്ക് ടോട്ടലി എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. ഒരുപാട് സമയം അവിടെ എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ലാസ്റ്റ് പോയാലും നോ പ്രോബ്ലം. ഓക്കെ, ദെൻ ലാസ്റ്റ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഈ രീതിയിൽ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്നവർ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ചാപ്റ്റർ വൈസ് ഡീറ്റെയിൽസിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പ്രത്യേകത ഉള്ള ഏരിയാസിൽ നിന്ന് മുഴുവൻ ചോദ്യങ്ങൾ പലപ്പോഴും മാറി മാറി വരുന്നതാണ്. സോ ഇതിലാദ്യം തന്നെ നമുക്ക് കാണാം അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റ് എന്താണ്, അതിലെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്താണ് എന്നുള്ളത് 2 മാർക്കിൻ്റെ എല്ലാ പ്രാവശ്യം വരുന്നതാണ്. നിർബന്ധമായും പഠിച്ചിരിക്കണം. ഡിഫൈൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് 2 മാർക്സ് ചോദ്യം. ദെൻ അതിൻ്റെ ഫങ്ഷൻസ്, സ്കോപ്പ് കാണാൻ സാധിക്കും. അതിലേതെങ്കിലും 5 മാർക്കിൻ്റെ പ്രതീക്ഷിക്കാം. ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങോ അതുപോലെ തന്നെ ഈ പറയുന്ന സ്കോപ്പ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങോ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അതുപോലെ തന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, അതുപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ്ങും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്, ഇതിലേതെങ്കിലും 5 മാർക്കിൻ്റെയിലും അതല്ലെങ്കിൽ ഒരു പ്രാവശ്യം എസ്ഐക്ക് അടക്കം വന്നിട്ടുണ്ട് 10 മാർക്കിൻ്റെ. അപ്പോൾ അതും നിർബന്ധമായും പഠിച്ചിരിക്കണം. കൂടുതൽ വരാറ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. എഗെയിൻ 5 മാർക്സ് ചോദ്യം, ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഇതിലുള്ള ഏരിയാസ് സ്കിപ്പ് ചെയ്യരുത്, കാരണം മാറി മാറി വരുന്നതാണ്. ചില സമയത്ത് ഏതെങ്കിലും അതിൻ്റെ താഴെ ലിമിറ്റേഷൻസും ഉണ്ട്. ഏതെങ്കിലും 2 ലിമിറ്റേഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമായിരിക്കും വരാം. അപ്പോൾ അതും നോക്കിയിരിക്കണം. അപ്പോൾ ഇതാണ് നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിലുള്ള മുഴുവൻ കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞത് നോക്കിയിരിക്കണം. കാരണം 2 മാർക്കിൻ്റെ എന്താണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, പിന്നെ ഇതിൻ്റെ ഫങ്ഷൻസ്, സ്കോപ്പ്, അഡ്വാൻറ്റേജസ്, ലിമിറ്റേഷൻസ്, ഒബ്ജക്റ്റീവ്സ് ഉള്ളതൊക്കെ നോക്കി വയ്ക്കുക. പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ചോദ്യങ്ങൾ നോക്കുക. ഇത്രയാണുള്ളത്. അപ്പോൾ ചില സമയത്ത് നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ ദി ഒബ്ജക്റ്റീവ്സ് ആൻഡ് സ്കോപ്പ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് 10 മാർക്കിൻ്റെ ഒരു എസ്സേ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും 5 മാർക്കിൻ്റെ ഒരെണ്ണം ഷുവർ ആയിട്ടുണ്ടായിരിക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ 2 മാർക്കിൻ്റെയിലും ഒരെണ്ണം പ്രതീക്ഷിക്കാം. ചില സമയത്ത് ലിമിറ്റേഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഒരു 3 എഴുതാൻ വേണ്ടിയിട്ട് 2 മാർക്കിൻ്റെ ചോദ്യം വരാറുണ്ട്. അപ്പോൾ ഉള്ള ഏരിയ ഇത്രയാണ്. അത് നിർബന്ധമായും നല്ല രീതിയിൽ പഠിച്ച് അവസാനിപ്പിക്കുക. ഞാൻ പറഞ്ഞു 2 മാർക്സിൻ്റെ മിനിമം ഒരെണ്ണം, മാക്സിമം 2 അപ്പോൾ 4 മാർക്ക് കിട്ടി. 5 മാർക്കിൻ്റെ എന്തായാലും ഒരെണ്ണം പ്രതീക്ഷിക്കാം. 10 മാർക്കായി. ഭാഗ്യം ഉണ്ടെങ്കിൽ ഒരു എസ്സേയും കിട്ടും. അപ്പോൾ 20 മാർക്കിൻ്റെ വരെ ആവും. അപ്പോൾ മിനിമം 10 അല്ലെങ്കിൽ 20, ഇതാണ് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ 10 മാർക്സ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഭവം തന്നെ കേട്ടോ. ഓക്കെ, ഡയറക്റ്റ് ചോദ്യങ്ങൾ മാത്രമാണ് ഇതിൽ നിന്ന് വരാം. സോ ദാറ്റ്സ് അബൌട്ട് ഫസ്റ്റ് ചാപ്റ്റർ. മൂവിങ് ടു ചാപ്റ്റർ നമ്പർ 2, മൊഡ്യൂൾ നമ്പർ 2, അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. സോ ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ വരും. അപ്പോൾ ആദ്യം തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണ്, 2 മാർക്കിൻ്റെ ചോദ്യം നിർബന്ധമായും നോക്കി വയ്ക്കുക. ദെൻ അതിനുശേഷം ഫിനാൻഷ്യൽ അനാലിസിസ് എന്താണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്, 2 മാർക്കിൻ്റെ ചോദ്യം. ഇതിലെ ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ് തിയറി ചോദിക്കാറുള്ളതാണ്. ഓൺ ദി ബേസിസ് ഓഫ് പല കാറ്റഗറൈസേഷൻ വെച്ചിട്ടുണ്ട്. ഫിനാൻഷ്യൽ അനാലിസിസ് എന്താണ്, ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ് തിയറി പലപ്പോഴും വരാറുണ്ട്. ഇന്റേണൽ, എക്സ്റ്റേണൽ, ഹൊറിസോണ്ടൽ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ കാണാം തിയറി. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അതിനുശേഷം നമുക്കിതിൽ
ടൂൾസ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസിലുള്ള കാര്യങ്ങളാണ് നമുക്ക് പ്രോബ്ലംസ് ആയിട്ട് വരാം. അപ്പോൾ ഈ ഫിനാൻഷ്യൽ അനാലിസിസിൻ്റെ തിയറി നിർബന്ധമായും പഠിച്ചു വയ്ക്കുക. 5 മാർക്കിൻ്റെ പ്രതീക്ഷിക്കാം, 2 മാർക്കിൻ്റെ പ്രതീക്ഷിക്കാം. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും മാറി മാറി അതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം തിയറിക്ക് വരാറുള്ളതാണ്. എന്താണ് ഫിനാൻഷ്യൽ അനാലിസിസ്, ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ്, അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ സെപ്പറേറ്റ് എടുത്ത് ചോദിക്കാറുണ്ട്. ഇനിയാണ് നമുക്ക് ടൂൾസ് വരുന്നത്. സോ ടൂൾസിൽ നമുക്ക് ആദ്യം തന്നെ കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റ്, കമ്പാരറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, കോമൺ സൈസ് ഉണ്ട്, ട്രെൻഡ്, പിന്നെ ഫണ്ട് ഫ്ലോ, ക്യാഷ് ഫ്ലോ റേഷ്യോ, CEP, ഇതാണ് വരുന്നത്. സോ ഇതിൽ കമ്പാരറ്റീവോ അതല്ലെങ്കിൽ കോമൺ സൈസോ ട്രെൻഡോ, ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം 5 മാർക്കിൻ്റെ പ്രോബ്ലം ആയിട്ട് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. കൂടുതൽ കണ്ടുവരാറ് കമ്പാരറ്റീവോ ബാലൻസ് ഷീറ്റ് കോമൺ സൈസോ ആണ് ഏറ്റവും കൂടുതൽ കണ്ടുവരാറ് 5 മാർക്കിൻ്റെ ഒരു പ്രോബ്ലം. ദെൻ അത് മാത്രമല്ല, ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം എന്താണ് എന്നുള്ള ചോദ്യം 2 മാർക്കിൻ്റെ ആയിട്ട് ചോദിക്കാം. എന്താ, വാട്ട് ഈസ് കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ കമ്പാരറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, കോമൺ സൈസ് ബാലൻസ് ഷീറ്റ്, കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, ട്രെൻഡ് അനാലിസിസ് എന്താണ്? ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് പ്രതീക്ഷിക്കാം. നിർബന്ധമായും പഠിച്ചിരിക്കണം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ 2 മാർക്കിൻ്റെ ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം എന്താണെന്നുള്ള ചോദ്യവും, അതുപോലെ തന്നെ പ്രോബ്ലത്തിൽ 5 മാർക്കിൻ്റെ ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം ഷുവറായിട്ട് പ്രതീക്ഷിക്കാം. ഒരു വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതിൽ നിന്നൊരു essay ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ കമ്പാരറ്റീവോ ഈ പറയുന്ന കോമൺ സൈസിൻ്റെയോ ഒരു essayയും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കൂടുതൽ നമ്മൾ കണ്ടുവരാറ് 5 മാർക്സിൻ്റെ ചോദ്യമാണ് കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് ആദ്യത്തെ ഏരിയ. ഇനിയാണ് റേഷ്യോ വരുന്നത്. റേഷ്യോ നിങ്ങൾ അവസാനം പഠിച്ചാൽ മതി, ഞാൻ ഓർഡറിൽ പറഞ്ഞു പോകണമെന്ന് മാത്രം. റേഷ്യോയിൽ നിന്ന് 3 പാർട്ടിലും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. 2 മാർക്സ്, 5 മാർക്സ്, essay. അപ്പോൾ ആദ്യം തന്നെ എന്താണ് റേഷ്യോ അനാലിസിസ്, 2 മാർക്സിൻ്റെ ചോദ്യം. ദെൻ യൂസേഴ്സ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് ഓഫ് റേഷ്യോ അനാലിസിസ് എന്തായാലും പഠിച്ചു വയ്ക്കുക. 2 മാർക്കിൻ്റെ വേണമെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതിൻ്റെ ലിമിറ്റേഷൻസും ഉണ്ട്, നോക്കി വയ്ക്കുക കേട്ടോ. തിയറി ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് ഇതിൽ പല തരത്തിലുള്ള റേഷ്യോസ് കാണാം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു റേഷ്യോ പ്രോബ്ലം ആയിട്ട് 5 മാർക്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഏറ്റവും കൂടുതൽ കണ്ടുവരാറ് ടേൺ ഓവർ റേഷ്യോസിനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഡെറ്റേഴ്സ് ടേൺ ഓവർ, ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ, അതുപോലെ തന്നെ ഇൻവെൻട്രി ടേൺ ഓവർ, അതിൽ നിന്നുള്ള പ്രോബ്ലംസിൽ ഏതെങ്കിലും ഒരെണ്ണമാണ്, ഈ ഏതെങ്കിലും റേഷ്യോ ആണ് കൂടുതൽ 5 മാർക്കിൽ കണ്ടുവരാറ്. അതുപോലെ തന്നെ ബേസിക് ആയിട്ട് ആദ്യത്തെ നമുക്ക് കറണ്ട് റേഷ്യോ, ലിക്വിഡിറ്റി റേഷ്യോ, അതിൽ നിന്നുള്ള ചോദ്യവും പ്രതീക്ഷിക്കാം. ബട്ട് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ടേൺ ഓവർ റേഷ്യോസിലെ ഏതെങ്കിലും ഒരെണ്ണമാണ് 5 മാർക്കിൻ്റെ പ്രോബ്ലം ആയിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്. ലിക്വിഡിറ്റി റേഷ്യോസും അതുപോലെ തന്നെ ടേൺ ഓവർ റേഷ്യോസ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാറ്. 5 മാർക്കിൻ്റെ ഒരു പ്രോബ്ലം ഷുവറാണ്. നേരത്തെ പറഞ്ഞ തിയറി നോക്കണം. പിന്നെ essayക്ക് റേഷ്യോ തന്നിട്ട് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു പ്രോബ്ലം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടായിരുന്നു, ഈ പ്രാവശ്യം വരുമെന്ന് അറിയില്ല, വരാറുണ്ട്. പിന്നെ 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉള്ളതാണ്. റേഷ്യോ തരുന്നു, റേഷ്യോ തന്നിട്ട് അതിൽ നിന്ന് ഇപ്പോൾ കറണ്ട് അസറ്റോ കറണ്ട് ലൈബിലിറ്റിയോ ഇതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചോദ്യമുണ്ട്. അതെല്ലാ പേപ്പറിലും ഉള്ളതാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ മിക്ക പേപ്പറിലും റേഷ്യോ തരുന്നു. then അതിൻ്റെ കൂടെ ചിലപ്പോൾ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഡീറ്റെയിൽസ് തരും. അതിൽ നിന്ന് നമുക്ക് കറണ്ട് അസറ്റും കറണ്ട് ലൈബിലിറ്റിയും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്. 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് മിക്ക പേപ്പറിലുള്ളതാണ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ ഐ റിപ്പീറ്റ്, 5 മാർക്കിൻ്റെ ഏതാണ് ടേൺ ഓവർ റേഷ്യോസിലെ ഏതെങ്കിലും പ്രോബ്ലംസ് ആണ് കൂടുതൽ കണ്ടുവരാറ്. ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ, ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ, ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ, ഇതൊക്കെയാണ് കൂടുതൽ വരാറ്. ദെൻ ബേസിക് ആയിട്ടുള്ള കറണ്ട്, ക്വിക്ക്, അതും വരാറുണ്ട്. ബട്ട് കൂടുതൽ കണ്ടുവരാറ് ഇതാണ്. പിന്നെ ഞാൻ പറഞ്ഞു റേഷ്യോ തന്നിട്ട് അതിൽ നിന്ന് കറണ്ട് അസറ്റ് കറണ്ട് ലൈബിലിറ്റി അങ്ങനെ ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 2 മാർക്കിൻ്റെ ചോദ്യം വരാറുണ്ട്. അതുപോലെ തന്നെ essayക്ക് നമുക്ക് റേഷ്യോ തന്നിട്ട് ബാലൻസ് ഷീറ്റ് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യം എല്ലാ പേപ്പറിലും essayയും ഒരെണ്ണം വരാറുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ റേഷ്യോ അനാലിസിസ് 3 പാർട്ടിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ചോദ്യമാണ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാതിരിക്കുക. ബട്ട് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് സമയം ഉള്ളതനുസരിച്ച് വേണം ഇതിലോട്ട് പോകാൻ. ഒരുപാട് റേഷ്യോസ് പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ബാക്കി എല്ലാ ടോപ്പിക്സും കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഇതിലോട്ട് പോയാൽ മതി. കാരണം ഇപ്പോൾ 4 essayയിൽ 2 എഴുതിയാൽ മതി.
നമ്മളിപ്പോൾ ഫണ്ട് ഫ്ലോയും മാർജിനൽ കോസ്റ്റിങ്ങും പഠിച്ചാൽ തന്നെ അതിൽ നിന്ന് 2 essay കിട്ടി. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്താണ് അവിടെ ഓപ്ഷൻസ് ഉണ്ടെന്നുള്ളതാണ്. സോ ദാറ്റ്സ് അബൌട്ട് റേഷ്യോ അനാലിസിസിൻ്റെ ടോപ്പ് ഏരിയ ഹാൻഡിൽ ചെയ്യുന്ന രീതിയും വരുന്ന ചോദ്യങ്ങളുടെ കാര്യങ്ങളുമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഫണ്ട് ഫ്ലോയും ക്യാഷ് ഫ്ലോയും ഉണ്ട്. ഇതിൽ നിന്ന് 3 പാർട്ടുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ഈ ഒരു മൊഡ്യൂളിൽ നിന്ന്. 2 മാർക്സിൻ്റെ തിയറി ചോദ്യം, അതുപോലെ തന്നെ 5 മാർക്കിൻ്റെ പ്രതീക്ഷിക്കാം. essay കമ്പൽസറി. ഓക്കെ, അപ്പോൾ ആദ്യം എന്താണ് ഫണ്ട് ഫ്ലോ അനാലിസിസ് എന്താണ്, ഫ്ലോ ഓഫ് ഫണ്ട്സ് എന്താണ്, നിർബന്ധമായി നോക്കിയിരിക്കണം. തിയറിക്ക് വരാറുള്ളതാണ്. സോഴ്സസ് ഓഫ് ഫണ്ട് എന്താണ്, ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് എന്താണ്, തിയറി നോക്കിയിരിക്കണം. അതുപോലെ തന്നെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, 2 മാർക്സിൻ്റെ തിയറി ചോദ്യം. പിന്നെ നമുക്കിതിൽ 3 സ്റ്റെപ്പുകളാണല്ലോ. അപ്പോൾ അതിൽ ഈ പറയുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ, ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലം 5 മാർക്കിൻ്റെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോബ്ലം 5 മാർക്കിൻ്റെ പ്രതീക്ഷിക്കാം. പിന്നെ essay ആയിട്ട് ഫുൾ പ്രോബ്ലം ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെയും ഒരെണ്ണം പ്രതീക്ഷിക്കാം. അപ്പോൾ 2 മാർക്കിൻ്റെ സോഴ്സസ് ഓഫ് ഫണ്ട്, ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്, ഫണ്ട് എന്താണ്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ഇതൊക്കെ 2 മാർക്കിൻ്റെ മാറി മാറി വരാറുള്ളതാണ്. പിന്നെ പ്രോബ്ലമായിട്ട് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ പ്രോബ്ലം, അതല്ലെങ്കിൽ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോബ്ലം, ഇതിലേതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കാം. essayക്ക് കമ്പൽസറി ആയിട്ട് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഒരു പ്രോബ്ലം 10 മാർക്കിൻ്റെയും എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, വിത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്. ഇതാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് കണ്ടുവരാറുള്ളത്. ദെൻ പിന്നെ വരുന്ന ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് സാധാരണ 5 മാർക്കിൻ്റെ പ്രോബ്ലം നമുക്ക് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു പ്രോബ്ലം ആണ് വരുന്നുണ്ടെങ്കിൽ ദെൻ കഴിഞ്ഞ പ്രാവശ്യം ഇതിൽ നിന്ന് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫോമാറ്റ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു തിയറി ചോദ്യം, ഫോമാറ്റ് അങ്ങനെയും വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, കൂടുതൽ ഇമ്പോർട്ടൻസ് എന്തായാലും ഫണ്ട് ഫ്ലോ ആണ്. അതിനുശേഷം ഫണ്ട് ഫ്ലോ പഠിച്ച ക്യാഷ് ഫ്ലോ കിട്ടും. പിന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, ക്യാഷ് ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്, ക്യാഷ് ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ്, ഇതൊക്കെ എന്താണ് എന്നുള്ള ചോദ്യം 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് എല്ലാ പേപ്പറിലും വരുന്നതാണ്. നിർബന്ധമായും പഠിച്ചു വയ്ക്കുക. 2 മാർക്കിനുള്ളിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, പിന്നെന്താണ് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൻ്റെ പ്രോബ്ലം 5 മാർക്കിനുള്ളിൽ പ്രതീക്ഷിക്കാം. പിന്നെ ഫുൾ പ്രോബ്ലം കൂടുതൽ ഫണ്ട് ഫ്ലോ ആണ് കണ്ടുവന്നിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ ഫോമാറ്റ് എഴുതാൻ വേണ്ടിയിട്ട് 10 മാർക്കിൻ്റെ ഒരു essayയും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ക്യാഷ് ഫ്ലോയും ഫണ്ട് ഫ്ലോയും നമ്മൾ ഡിഫറൻസ് നോക്കി വെക്കുക കേട്ടോ. 5 മാർക്കിനുള്ളിൽ വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. സോ ദാറ്റ്സ് അബൌട്ട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ. കൂടുതൽ എന്തായാലും എന്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക, ക്യാഷ് ഫ്ലോ ഫണ്ട് ഫ്ലോയ്ക്ക്. ഇനി മൊഡ്യൂൾ നമ്പർ 4 മാർജിനൽ കോസ്റ്റിംഗ്, ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ. നല്ല രീതിയിൽ പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ചാപ്റ്റർ. മാർജിനൽ കോസ്റ്റ് എന്താണ്, 2 മാർക്ക് ചോദ്യം. മാർജിനൽ കോസ്റ്റിംഗ് എന്താണ്, 2 മാർക്ക് ചോദ്യം. ഫീച്ചേഴ്സ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് 5 മാർക്കിൻ്റെ ചോദ്യം. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അതിൻ്റെ അഡ്വാൻറ്റേജസ് 5 മാർക്ക്. എല്ലാ പേപ്പറിലും ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമൊക്കെ മാറി മാറി വരുന്നതാണ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. കോൺട്രിബ്യൂഷൻ എന്താണ്, 2 മാർക്ക് ചോദ്യം. PV റേഷ്യോ എന്താണ്, 2 മാർക്ക് ചോദ്യം. ഇതൊക്കെ 2 മാർക്കാണ്. അഡ്വാൻറ്റേജസ് മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ നോക്കണം, ഡിസഡ്വാൻറ്റേജസ് നോക്കണം. 5 മാർക്കിൻ്റെ മാറി മാറി വരുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്താണ്, 2 മാർക്ക് ചോദ്യം. ദെൻ BP എന്താണ്, 2 മാർക്ക് ചോദ്യം. അപ്പോൾ PV റേഷ്യോ, BP, മാർജിൻ ഓഫ് സേഫ്റ്റി, ഇതൊക്കെ 2 മാർക്കിൻ്റെ മാറി മാറി വരുന്നതാണ്. ഓക്കെ, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. കോൺട്രിബ്യൂഷൻ നമ്മൾ ഈ ഫോർമുലാസ് പഠിക്കില്ലേ, അതൊക്കെ 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരാറുണ്ട്. ബ്രേക്ക് ഇവൻ ചാർട്ട്. ദെൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 2 മാർക്കിൻ്റെ ചോദ്യം. എന്താണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, മാർജിൻ ഓഫ് സേഫ്റ്റി ഞാൻ പറഞ്ഞു. ദെൻ 5 മാർക്കിൻ്റെ പ്രോബ്ലം നമുക്ക് സാധാരണ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സെയിൽസ് റിക്വേറ്റ് ചെയ്യണേ, പ്രോഫിറ്റ് ഓഫ് റുപ്പീസ് കാര്യങ്ങൾ, അല്ലെങ്കിൽ BP കണ്ടുപിടിക്കാൻ, അങ്ങനെ 5 മാർക്കിൻ്റെ ഒരു പ്രോബ്ലം എല്ലാ പ്രാവശ്യം വരുന്നതാണ്. നിർബന്ധമായും പഠിച്ചിരിക്കുക കേട്ടോ. 5 മാർക്സിന്. അതുപോലെ തന്നെ essayക്ക് പ്രതീക്ഷിക്കാം ചേഞ്ചസ് ഇൻ പ്രോഫിറ്റും ചേഞ്ചസ് ഇൻ സെയിൽസും 2 വർഷത്തെ ഡീറ്റെയിൽസ് തന്നിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോബ്ലം essayക്കും പ്രതീക്ഷിക്കാം. ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു essay കിട്ടിയാൽ വളരെ എളുപ്പമാണ്. അപ്പോൾ 2 മാർക്കിൻ്റെ ഞാൻ പറഞ്ഞു ഈ പറയുന്ന തിയറികളൊക്കെ നോക്കണം. പിന്നെ 5 മാർക്കിൻ്റെ പ്രോബ്ലം
സെയിൽസ് റിക്വേറ്റ് ചെയ്യണേ, പ്രോഫിറ്റ് ഓഫ് അങ്ങനത്തെ ഒരു ടൈപ്പ് പ്രോബ്ലം BP കണ്ടുപിടിക്കുക, 5 മാർക്കിൻ്റെ ഒരു പ്രോബ്ലം പ്രതീക്ഷിക്കാം. പിന്നെ എസ്സേക്ക് 2 വർഷത്തെ ഡീറ്റെയിൽസ്, ചേഞ്ചസ് ഇൻ പ്രോഫിറ്റും ചേഞ്ചസ് ഇൻ സെയിൽസും ഒക്കെ വന്നിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും വരാറുണ്ട്. ഇനി പിന്നെ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ യൂസസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് ടോപ്പിക്കാണ്. സാധാരണ ഇതിൽ നിന്ന് എസ്സേ ടോപ്പിക് ഇടാറില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇതിൽ നിന്ന് എസ്സേ ഇട്ടുണ്ടായിരുന്നു. ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരുപാടുണ്ടല്ലോ, പ്രോഫിറ്റ് പ്ലാനിങ് ഉണ്ട്. അപ്പോൾ അതൊരു തിയറി ചോദ്യം കൂടിയാണ് ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ യൂസസ് ഓഫ് മാർജിനൽ കോസ്റ്റിങ്. സോ അതിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം പ്രോഫിറ്റ് പ്ലാനിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു പ്രോബ്ലം വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് അതിനേക്കാൾ മുമ്പൊക്കെ സാധാരണ ചേഞ്ചസ് ഇൻ പ്രോഫിറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ടുള്ള, ചേഞ്ചസ് ഇൻ സെയിൽസ് തന്നിട്ടുള്ള പ്രോബ്ലമാണ് എസ്സേക്ക് വരാറ്. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മിക്കതും നിങ്ങൾക്ക് ഡിറക്റ്റ് ചോദ്യങ്ങളിലോട്ട് പോകാൻ ട്രൈ ചെയ്യുക. ഈ പറയുന്ന പ്രോഫിറ്റ് പ്ലാനിങ് സംഭവങ്ങളൊക്കെ ഡിഫിക്കൽട്ട് ആണെങ്കിൽ വെറുതെ അതിൻ്റെ പിന്നാലെ പോകരുത്, നമുക്ക് സമയം കളയാനില്ല. കാരണം 4 ചോദ്യങ്ങളിൽ എന്തായാലും സിമ്പിളായിട്ടുള്ള 2 എപ്പോഴും കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതൽ അങ്ങനത്തെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ മേക്ക് ഓർ ബൈ ഉണ്ട്, അപ്പോൾ സെലക്ഷൻ ഓഫ് എ സ്യൂട്ടബിൾ സെയിൽസ് മിക്സ് ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. ഇനിയിപ്പോൾ അതിലേതെങ്കിലും ടഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് നല്ല ഓപ്ഷൻസിലോട്ട് പോയാൽ മതി. ഓക്കെ, നിങ്ങൾ ബേസിക്കായിട്ട് ഈ പറയുന്ന ഫോമുലയും കാര്യങ്ങളും തിയറി കാര്യങ്ങളൊക്കെ നോക്കി, ഞാൻ പറഞ്ഞൊക്കെ നോക്കി വെക്കുക. അതെല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും റിപ്പീറ്റാണ്. ഓക്കെ, കീ ഫാക്ടർ 2 മാർക്കിനുള്ളതാണ് കേട്ടോ. എന്താണ് കീ ഫാക്ടർ? കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതാണെന്നാണ്. ഓക്കെ, കീ ഫാക്ടർ എന്താണ്? പിന്നെ ആപ്ലിക്കേഷൻസിൽ മേക്ക് ഓർ ബൈ, കഴിഞ്ഞ പ്രാവശ്യം പ്രോഫിറ്റ് പ്ലാനിങ്ങിനെ റിലേറ്റ് ചെയ്തുള്ളൊരു പ്രോബ്ലമാണ് എസ്സേക്ക് വന്നത്. സോ ദാറ്റ്സ് അബൌട്ട് മാർജിനൽ കോസ്റ്റിംഗ്. ദെൻ ലാസ്റ്റ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് ആണ്. ഇതിൽ നിന്നും അങ്ങനെ ചോദ്യങ്ങൾ കണ്ടുവരാറില്ല. റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് എന്താണെന്ന് വേണമെങ്കിൽ നോക്കി വയ്ക്കാം. റെസ്പോൺസിബിലിറ്റി ABC ഇതൊന്നും അങ്ങനെ കണ്ടുവരാറില്ല കേട്ടോ. നമുക്ക് ആദ്യത്തെ ഈ പറയുന്ന ഏരിയാസിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് വരാറ്. ഇതുവരെയായിട്ട് അങ്ങനെ വന്നിട്ടില്ല. ജസ്റ്റ് എന്താണ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് നിങ്ങളൊന്ന് നോക്കിക്കോളൂ. അപ്പോൾ ഇതാണ് അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റ്. അപ്പോൾ പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഫസ്റ്റ് ചാപ്റ്റർ, പിന്നെ മാർജിനൽ കോസ്റ്റിങ്, പിന്നെ സെക്കൻഡ് ചാപ്റ്ററിൽ ബേസിക്സ്, റേഷ്യോ വരെയുള്ളത് നോക്കുക. അതിനുശേഷം ഫണ്ട് ഫ്ലോ, ക്യാഷ് ഫ്ലോ, പിന്നെ റേഷ്യോ. ഈ രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക. സോ ദാറ്റ്സ് അബൌട്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ. ഇനി ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, എക്സാം റിലേറ്റഡ് ലൈവ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, ഇതൊക്കെ നിങ്ങളുടെ മുമ്പിലോട്ട് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ നൽകുന്നതായിരിക്കും. ദെൻ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോച്ചിങ്ങിനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ പ്രത്യേകത കുറച്ച് സമയം കൊണ്ട് തന്നെ എൻറ്റയർ സബ്ജക്റ്റ് നല്ല രീതിയിൽ പഠിപ്പിച്ച് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റ് മൊത്തം ക്ലാസ്സസ് ഓൾറെഡി അവൈലബിൾ ആണ്. 10 സെഷൻ കൊണ്ട് മൊത്തം പേപ്പർ കവർ ചെയ്തുള്ളതാണ്. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.